ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ജൂലൈ 2024 ഈ 28-ാം തീയതി നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവരുണ്ടാവാം. അതുപോലെ സാഹചര്യങ്ങൾ കാരണം നിങ്ങൾക്ക് നന്നായിട്ട് ഇത്തവണ പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തവരുണ്ടാവാം. അപ്പൊ എല്ലാവരും ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ ചെയ്യേണ്ടത് പുത്തൻ ടോപ്പിക്കുകൾ തേടി പോവുകയല്ല, മറിച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുക. പഴയ ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സൈറ്റിൽ കിട്ടുമല്ലോ, അതൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. കാരണം ഇനി അധിക ദിവസം നമ്മുടെ മുന്നിലില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസിനെ വേണം ഇനി ഫോക്കസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോംപ്ലക്സ് ഓഫ് K2Ni F6 ആൻഡ് K3COF6. പെട്ടെന്ന് നോക്കുമ്പോൾ ഇതൊരു നോർമൽ ക്വസ്റ്റ്യൻ അല്ലേ, ഇതിനകത്ത് എന്താണ് ഒരു ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് ഹിഡൻ ആയിട്ട് നിൽക്കുന്നത് എന്ന് തോന്നും. അപ്പൊ നോക്കുക, K2Ni F6 നോക്കുമ്പോഴത്തേക്കും അവിടെ നിക്കല് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. നിക്കൽ +4 എന്ന് വെച്ചാൽ D6 ആണ്. എഗെയിൻ K3COF6 എടുക്കുമ്പോഴത്തേക്കും കൊബാൾട്ട് എന്ന് പറയുന്നത് 3+ലാണ്. എഗെയിൻ അതും D6 ആണ്. നമുക്കറിയാം T2G EG ആണ്. ഞാൻ കൊബാൾട്ടിന്റെ വരയ്ക്കുന്നു, 1 2 3 4 5 6. ഇനി അതേപോലെ ഞാൻ നിക്കലിനെ വരയ്ക്കുന്നില്ല. നിക്കല് ഇവിടെ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുമ്പോൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൂടും. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗിലെ ആദ്യത്തെ ഒരു ഫാക്ടറാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്ന സമയത്ത് എന്താണ്, സ്പ്ലിറ്റിംഗ് അങ്ങ് കൂടും. അതായത് ആ T2Gയും EGയും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് കൂടും. അപ്പൊ പെട്ടെന്ന് ഇലക്ട്രോണിന് ചാടി ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. അത് എന്തിന്റെ കണ്ടീഷനാണ്? ലോ സ്പിന്നിന്റെ കണ്ടീഷനാണ്. അപ്പൊ ഏകദേശം +4 അതിൽ കൂടുതലോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിച്ചാൽ ഈ ഒരു രീതിയിലേക്ക് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് മാറും. അതിന്റെ ഫലമായിട്ട് T2Gയിൽ തന്നെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? പെയർ ചെയ്യും. അങ്ങനെ ഇവിടെ അൺപെയർഡ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് K2Ni F6 ഡയാമാഗ്നറ്റിക് ആവുന്നു. CO3F6 നോർമൽ കേസിൽ 3+ ആയതുകൊണ്ട് പാരാമാഗ്നറ്റിക് ആവുന്നു. അപ്പൊ ഓർക്കുക, ലിഗാൻഡ് ഏത് വന്നാലും ഓക്സിഡേഷൻ സ്റ്റേറ്റ് 4 അതിൽ കൂടുതലോ ആണെങ്കിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൂടി ലോ സ്പിൻ ഉണ്ടാവും. അടുത്തത് Fe3O4ഉം CO3O4ഉം ഏത് തരം സ്പൈനൽ ആണെന്നാണ് ചോദ്യം. അതിനൊരു ഷോർട്ട് കട്ട് ഓർക്കുക, കോമൺ സ്പൈനൽസ് എന്ന് ഓർക്കുക. നോർമൽ സ്പൈനൽ ഫോം ചെയ്യുന്നത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഏതൊക്കെയാണ്? CO3O4ഉം Mn3O4ഉം നോർമൽ സ്പൈനൽസ് ആണ് ഫോം ചെയ്യുന്നത്. നേരെ മറിച്ച് Fe3O4 ഇൻവേഴ്സ് സ്പൈനൽ ആണ് ഫോം ചെയ്യുന്നത്. ഇത് നമുക്ക് CFSE എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് CFSE ഒക്ടാഹൈഡ്രൽ കേസും ടെട്രാഹൈഡ്രൽ കേസും ഒക്കെ എടുത്ത് കമ്പയർ ചെയ്ത് നമുക്ക് നോക്കാം. പക്ഷെ നമ്മുടെ എക്സാമിന് എപ്പോഴും പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കുന്നതിലാണ് കാര്യം. കാരണം കോമ്പറ്റിറ്റീവ് എക്സാം ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഷോർട്ട് കട്ടുകളും കാര്യങ്ങളും പഠിക്കുക. ഹ്യൂഹിയുടെ ടെക്സ്റ്റ് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലൊരു ടേബിൾ ഉണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. അവിടെ നമുക്ക് ഇതുപോലെ തന്നെ മിക്സഡ് ആയിട്ടുള്ള ഓക്സൈഡുകളുടെ സ്പൈനൽസിനെ പെട്ടെന്ന് തന്നെ ട്രിക്ക് വഴി കണ്ടുപിടിക്കാനുള്ള ടേബിൾ ഉണ്ട്. അപ്പൊ അതൊന്ന് പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് റെഫർ ചെയ്യുക. അടുത്തത് സോളിഡ് സ്റ്റേറ്റിൽ നിന്നൊരു ചോദ്യമാണ്. ഫോർ എ ഫേസ് സെന്റേർഡ് ക്യൂബിക് ലാറ്റിസ് ദ മില്ലർ ഇൻഡിസസ്. ഫേസ് സെന്റേർഡ് ക്യൂബിക് ലാറ്റിസിലെ HKL വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ HKL വാല്യൂ HKL FCC ആണെങ്കിൽ എല്ലാം ഓഡ് വരണം, ഓൾ ഓഡ്, അല്ല എങ്കിൽ ഓൾ ഈവൻ വരണം. 002 0 ഒരു ഈവൻ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ 002 മൂന്നും ഈവൻ വന്നു. 111 ഈവൻ വന്നു. അപ്പോ എയും ബിയും നമുക്ക് എന്ത് തരും? FCC ലാറ്റിസിൽ ബ്രാക്സ് പീക്ക് തരും. ഓക്കെ, മില്ലർ ഇൻഡിസസ് ഫോർ ദ ഫസ്റ്റ് ബ്രാക്സ് പീക്ക് തരും. ഇനി ഫസ്റ്റ് ബ്രാക്സ് പീക്ക് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ അറിയണം. ഫസ്റ്റ് ബ്രാക്സ് പീക്ക് ചോദിച്ചത് കൊണ്ട് നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാം? ഫസ്റ്റ് ബ്രാക്സ് പീക്ക് എന്ന് പറയുമ്പം നിങ്ങളത് നോക്കുക. അതിൽ ആദ്യം വരുന്നത് 1 1 1 റൂട്ട് ഓഫ് H² പ്ലസ് K² പ്ലസ് I² √3 മറ്റേത് √4 2 √3 1 പോയിന്റ് സംഭവം. അപ്പം 1 1 1 ആണ് ആദ്യത്തെ ബ്രാക്സ് പീക്ക് ആയിട്ട് വരുന്നത്. 1 1 1. അപ്പോൾ അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇതുപോലെ തന്നെ നമ്മുടെ
ബി സി സിക്ക് എച്ചും കെയും എല്ലും കൂടെ എടുക്കുമ്പോൾ എടുക്കുമ്പോൾ എന്താ വരുന്നതെന്ന് അറിയാമോ? ഇത് ഈവൻ നമ്പർ വരണം, എന്നാലേ ബി സി സി ആവത്തുള്ളൂ. അതായത് ഇവിടെ എച്ചും കെയും എല്ലും കൂട്ടുമൊന്നും ചെയ്യുന്നില്ല, അത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഐദർ ഓടാണോ വീക്ക് ആണോ എന്നേ ചോദിക്കുന്നുള്ളൂ, ഓടാണോ ഈവൻ ആണോ എന്നേ ചോദിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും എന്താണ് ബി സി സി നോക്കുമ്പോഴത്തേക്ക് എച്ച് പ്ലസ് കെ പ്ലസ് എല് നോക്കുമ്പോൾ ഈവൻ വരണം. ആ ഒരു കണ്ടീഷനും കൂടി ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ അങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ എന്താണ് 111 ആണ് നമ്മുടെ ഫസ്റ്റ് ബ്രാക്ക് സ്പീക്ക്. √(h² + k² + l² എടുത്താൽ മതിയാവും കേട്ടോ. അപ്പൊ അത് ഗേറ്റിനൊക്കെ ചോദിച്ചാണ്, ഇതുവരെ സെറ്റിനൊന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇതൊന്ന് കണ്ടുപിടിക്കുക. അതായത് ഇങ്ങനത്തെയൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു നെറ്റ് ലെവൽ ചോദ്യമാണ്. അപ്പൊ ഇവിടെ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ എച്ചും കെയും എല്ലും ഐദർ ഓഡ് ഈവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ആൻസർ ഉണ്ടോ എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ തെറ്റാണോ എന്നൊക്കെ വരും. പക്ഷെ ഇവിടെ സ്മോളസ്റ്റ് ബ്രാങ്ക് ആംഗിൾ ചോദിക്കുമ്പോൾ h² + k² + l² വാല്യൂ കണ്ടിട്ട് അതിനെ കമ്പയർ ചെയ്യാം കേട്ടോ. അടുത്തത് when one CO group is replaced by PPH3. PPH3യിലെ അതായത് CrCO6 എന്തുമായിട്ട് റീപ്ലേസ് ചെയ്തു? PPH3 ആയിട്ട് റീപ്ലേസ് ചെയ്തു. CrCO6 PPH3 ആയിട്ട് റീപ്ലേസ് ചെയ്തപ്പോ എന്താണ് ചോദിച്ചിരിക്കുന്നത്? എന്ത് ആണ് തന്നിരിക്കുന്നതിനകത്ത് എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ നിങ്ങൾ നോക്കുക, CrCO6 PPH3 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു സിഒയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്താ വരുന്നത്? ഒരു സ്ക്വയർ പിരമിഡ് സ്ട്രക്ചറായി ഫോം ചെയ്യും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, PPH3 ഒരു ഡോണറാണ്, ഇലക്ട്രോൺ ഡോണറാണ്. ഓക്കെ, ഇലക്ട്രോൺ ഡോണറാണ് PPH3. അപ്പൊ CO എന്ന് പറയുന്നത് ഒരു പൈ അക്സെപ്റ്റർ ആകുന്നു. അപ്പോൾ പൈ അക്സെപ്റ്ററിനെ മാറ്റി, അതിൽ ഒരു പൈ അക്സെപ്റ്ററിനെ എടുത്ത് മാറ്റിയിട്ട് അവിടെ ഒരു ഡോണറിനെ കൊണ്ടുവച്ചു. അങ്ങനെയാകുമ്പോൾ ഇതിന്റെ വേവ് ലെങ്തിനും ബോണ്ട് ലെങ്തിനും അതുപോലെ മെറ്റൽ കാർബൺ ബോണ്ട് ലെങ്തിനും CO ബോണ്ട് ലെങ്തിനും ഒക്കെ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഓർക്കുക, നമ്മുടെ സിഒയുടെ ബോണ്ട് ഓർഡർ കുറയും ഇലക്ട്രോൺ ഡോണർ ലിഗാൻഡ് വന്നാലോ അല്ല എങ്കിൽ പുവർ പൈ അക്സെപ്റ്റർ വന്നാൽ. ഓക്കെ, പുവർ പൈ അക്സെപ്റ്ററും അതുപോലെ തന്നെ ഒരു ഗുഡ് ഇലക്ട്രോൺ ഡോണറോ ഇവർ വന്നാൽ സിഒയുടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കുറയും. കാരണം ബോണ്ട് ഓർഡർ കുറയും. ഓക്കെ, ബോണ്ട് ഓർഡർ കുറഞ്ഞാൽ സിഒയുടെ ബോണ്ട് ലെങ്ത് കൂടും. ഓർക്കുക, ബോണ്ട് ഓർഡർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത്. ബോണ്ട് ഓർഡർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെച്ചിങ് ഫ്രീക്വൻസി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതിയാവും. അപ്പൊ ഇവിടെ ബോണ്ട് ഓർഡർ കാർബൺ ഓക്സിജന്റെ ബോണ്ട് ഓർഡർ, ഇവിടെ ബോണ്ട് ലെങ്ത് ചോദിക്കുന്നു, ബോണ്ട് ഓർഡർ കുറയുന്നതുകൊണ്ട് ബോണ്ട് ലെങ്ത് കൂടും. അപ്പം സിഒയുടെ ബോണ്ട് ലെങ്ത് കൂടിയാൽ സിഒയുടെ ബോണ്ട് ലെങ്ത് കൂടിയാൽ എന്ത് സംഭവിക്കും എന്നറിയാമോ? സിഒയുടെ ബോണ്ട് ലെങ്ത് കൂടിയാൽ CrC മെറ്റൽ കാർബണിന്റെ ബോണ്ട് ലെങ്ത് കുറയും. അത് ട്രാൻസ് ഇൻഫ്ലുവൻസ് കാരണമാണ്. ഈ PPH3 നല്ല എന്താണ് ഇൻഫ്ലുവൻസ് ഉള്ള ട്രാൻസ് എഫക്റ്റബിലിറ്റി ഉള്ള PPH3 ആണ്. അപ്പൊ അത് CrCO ബോണ്ട് ലെങ്തിനെ അങ്ങ് വീക്കൻ ചെയ്ത് CrCp ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യും. അങ്ങനെ അവന്റെ ബോണ്ട് ലെങ്ത് കുറയും. ഓക്കെ, CrC ബോണ്ട് ലെങ്ത് കുറയും, CO ബോണ്ട് ലെങ്ത് കൂടും. ഈ ഒരു പോയിന്റ് എപ്പോഴും ഓർക്കണം. ബോണ്ട് ഓർഡറും ബോണ്ട് ലെങ്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ബോണ്ട് ഓർഡറും സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇപ്പം ഇവിടെ PPH3 ഒരു ഡോണർ ആണ്. ഡോണർ
ഒരു പൈ അക്സെപ്റ്ററിനെ മാറ്റി വരുമ്പോൾ ഉണ്ടാവുന്ന മാറ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഓർഗാനിക്കിന്റെ റിയേജൻസ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ പ്രഡിക്റ്റ് പ്രോഡക്റ്റ് വരുന്നുണ്ട്. ഇത് ഞാനൊരു ഷോർട്ട് കട്ടിലുള്ള കാര്യമാണ് പറയുന്നത്. ഇതെന്താണ്? ആൽക്കൈൻ ആണ്, ട്രിപ്പിൾ ബോണ്ട് ആണ്. സോഡിയം അമോണിയ ചേർക്കുമ്പോൾ അവിടെ ഉറപ്പായിട്ടും റിഡക്ഷൻ ആണ് നടക്കുന്നത്. ആൽക്കൈനിനെ ആൽക്കീൻ ആക്കുന്നു. എന്ത് ആൽക്കീൻ ആണ് ആക്കുന്നത്? സിസ് ആണോ ട്രാൻസ് ആണോ? അത് ട്രാൻസ് ആയിരിക്കും, ഇ ആയിരിക്കും. കണ്ടോ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, രണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ വന്നു. അപ്പോൾ ട്രാൻസ് ആൽക്കി. അപ്പോൾ സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ ഗിവ്സ് ദ റിഡക്ഷൻ ഓഫ് ആൽക്കൈൻസ് ടു ട്രാൻസ്. ഇനി ലിൻലാർ കാറ്റലിസ്റ്റ്, പലേഡിയം ബേറിയം സൾഫേറ്റ് പോയിസൺ ചെയ്ത ലിൻലാർ കാറ്റലിസ്റ്റ് ആവട്ടെ ആൽക്കൈനിനെ സിസ് ആൽക്കീനായിട്ട് മാറ്റുന്നു. ഇതൊക്കെ കാണാതെ പഠിച്ചു വെക്കുക. അടുത്തത് റെഡ് അലുമിന ആണെങ്കിൽ ആൽക്കൈനിനെ ആൽക്കീൻ ആക്കുന്നു, പക്ഷെ ഈ ഫോം, അതായത് ട്രാൻസ് ആയിട്ട് മാറ്റുന്നു. അപ്പൊ ഇതുപോലെയുള്ള റിയേജൻസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്യുക. അടുത്തത് വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ, ഹൈഡ്രജൻ ആറ്റത്തിനെ എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെലോസിറ്റി എന്ന് പറയുന്നത് ഇന്ന് ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ, വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് അറ്റോമിക് സ്ട്രക്ചറിനകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ വെലോസിറ്റി എന്ന് പറയുന്നത് 2.18 ഇൻറ്റു 10⁻⁶ ഇൻറ്റു Z/n, Z atomic നമ്പറും n principal quantum നമ്പറും. That is, velocity is inversely proportional to principal quantum number. That is, velocity decreases with increasing principal quantum number. ഇതിപ്പോ ഹൈഡ്രജൻ ആറ്റം ആയതുകൊണ്ട് Z 1 ആണ്. ഹീലിയം ആണെങ്കിലോ വെലോസിറ്റി കൂടുതലായിരിക്കും, കാരണം വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അറ്റോമിക് നമ്പർ. അപ്പോൾ ഇങ്ങനത്തെ അറ്റോമിക് സ്ട്രക്ചറിനകത്ത് ക്വാണ്ടം മെക്കാനിക്സിന്റെ അറ്റോമിക് സ്ട്രക്ചർ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ തരത്തിലുള്ള ഇക്വേഷൻസ് ഉണ്ട്. അതിന്റെ റിലേഷൻ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി ഗ്രൂപ്പ് തിയറിയിൽ നമ്മുടെ വീഡിയോസിൽ മുള്ളിക്കൻ സിമ്പിൾ കാണുന്ന ഒക്കെ വീഡിയോസ് ഉണ്ട്. അത് കാണുന്നതിനോടൊപ്പം, അതുകൊണ്ട് ഓൾറെഡി അത് പഠിപ്പിച്ചതായതുകൊണ്ടാണ്, ഈ പബ്ലിക് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഏരിയ വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. കാരണം മുള്ളിക്കൻ സിമ്പിൾസ്, GOTയുടെ ആപ്ലിക്കേഷൻ, അതുപോലെ പോയിന്റ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്ന ഷോർട്ട് കട്ട്സ്, ഇൻവേഴ്സ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഗ്രൂപ്പ് തിയറിയിൽ നിന്ന് വേറൊരു ടോപ്പിക് എടുത്തിരിക്കുന്നത്. അതായത് റിലേഷൻ കാണാനായിട്ട് ചോദിക്കും. S5ന്റെ റിലേഷൻ പഠിക്കണം. S5 എന്ന് പറയുന്നത് ഇംപ്രോപ്പർ ആക്സസ് ഓഫ് റൊട്ടേഷൻ ആണ്. ഓക്കെ, അതായത് റിഫ്ലക്ഷൻ ഫോളോഡ് ബൈ റൊട്ടേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ സിഗ്മ ഇൻറ്റു C5 1 ആണ്. അപ്പോൾ S5⁻n എന്ന് പറയുന്നത് സിഗ്മ റേസ് ടു n ഇൻറ്റു C5⁻n എന്ന് എഴുതാനായിട്ട് അറിഞ്ഞിരിക്കുക. നോക്ക്, S52 = σ2 C52. ഇനി σ⁻²2 അല്ലെങ്കിൽ σ⁻² ഈവൻ നമ്പർ എന്ന് പറയുന്നത് E ആയിരിക്കും, ഐഡന്റിറ്റി. ഓക്കെ, ഇനി σ⁻⁸ എന്ന് പറയുന്നത് സിഗ്മ ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇതിന്റെ ഈ റിലേഷൻ, ഇത് ബേസിക് ആയിട്ട് ഇത്രയും കാര്യം പറഞ്ഞാൽ നിങ്ങളോട് തന്നിരിക്കുന്ന റിലേഷൻ കറക്റ്റ് ആയിട്ടുള്ള റിലേഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റും. സോ S5⁻1 സിഗ്മ ഇൻറ്റു C5⁻1, then S5⁻2 σ² ഇൻറ്റു C5⁻2. σ² എന്ന് പറയുന്നത് E ആണ്, C5². അപ്പൊ എനിത്തിങ് ഇൻറ്റു C5² ആണ്. എനിത്തിങ് ഇൻറ്റു ഐഡന്റിറ്റി എന്ന് പറയുന്നത് എനിത്തിങ് ആണ്. then S5⁻3 σ3 C5⁻3. σ3 എന്ന് വെച്ചാൽ ഇത് ഓടാണ്, സിഗ്മ കിട്ടി. then S5⁻4 σ4 ഇൻറ്റു C5, σ⁻⁻even E വന്നു. then C5⁻4 C5⁻4 വന്നു, C5⁻4 കിട്ടി. അടുത്തത് നോക്കിക്കേ, σ⁻5 സിഗ്മ, Cn⁻n എന്ന് പറയുന്നത് E ആണ്. ആ പോയിന്റ് കൂടെ ഓർക്കുക, C5⁻5 E. സോ സിഗ്മ ഇൻറ്റു E സിഗ്മ. then S5⁻6ഉം അതുപോലെ തന്നെ. C5⁻6നെ ആകുമ്പോൾ നമുക്ക് C5⁻6നെ നമുക്ക് C5⁻5 ഇൻറ്റു C5⁻1, A⁻m ഇൻറ്റു A⁻n, A⁻m+n. ഓക്കെ, അതുപോലെ ഇൻവേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. Cnന്റെ ഇൻവേഴ്സ് Cn⁻n−1. C3 ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് എന്താണ്? C3⁻3−1 2. C5 ആണെങ്കിൽ C5⁻4. ഇതൊക്കെ ചോദിക്കും. then Sn നോക്കുക, അത് S4 ഈവൻ ആണ്. സോ അതിന്റെ ഇൻവേഴ്സ് S4⁻3. ഇനി S5 ഓടാണ്, S5
റേസ് ടു 10 മൈനസ് 1 ദാറ്റ് ഈസ് S5 റേസ് ടു 9. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിച്ചു പോകുന്നത് നല്ലതായിരിക്കും. ലാസ്റ്റ് മിനിറ്റ് മാക്സിമം ക്വസ്റ്റ്യൻസ് തന്നെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ ഒരുപാട് തിയറി ഒക്കെ പഠിക്കാൻ പോയാലും നമുക്ക് ഒരു ഏരിയയിൽ മാത്രം ഫോക്കസ്ഡ് ആയി പോകും. ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രം ക്വസ്റ്റ്യൻ കിട്ടിയാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ ഇതുപോലെ പല MCQs നിങ്ങൾ ഫെമിലിയർ ആയാലും നമുക്ക് ഓവറോൾ സിലബസിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറയുന്നത് 100% നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് പോകാൻ പറ്റും എന്നല്ല. മീൻസ് ഇതുവരെ പ്രാക്ടീസ് ചെയ്യാത്തവർ അല്ലെങ്കിൽ ഇതുവരെ പ്രിപ്പറേഷൻ ചെയ്യാത്തവരുടെ കാര്യമാണ് പറയുന്നത്. പ്രിപ്പറേഷൻ ചെയ്തവർക്ക് ഇതുപോലെ ലാസ്റ്റ് മിനിറ്റ് ഒരു പക്കയായിരിക്കും. MCQസും കൂടെ ചെയ്തു പോയാൽ സെറ്റ് ആയിരിക്കും. നല്ല കുറച്ച് മോക്ക് ടെസ്റ്റും ചെയ്ത് നല്ല രീതിയിൽ MCQസും വർക്ക്ഔട്ട് ചെയ്തു പോയാൽ ആ കാര്യം ഓക്കെയാണ്. ഞാൻ പറയുന്നത് ഇതുവരെ പഠിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ സാഹചര്യം കൊണ്ട് പഠിക്കാൻ പറ്റാത്ത കുട്ടികൾ കുത്തനായിട്ട് ടോപ്പിക്ക് പഠിക്കാതെ തിയറി പഠിക്കാതെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അടുത്തത് സൈറ്റോക്രോം സി ഓക്സിഡീസ്. ഇത് ബയോ ഇനോർഗാനിക്കിന്റെ ആണ്. ഇതൊക്കെ എന്താണ് നമ്മുടെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ വരാനൊരു സാധ്യതയുണ്ട്. മാച്ച് ദ ഫോളോയിങ്. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ബേസിക് ആയിട്ടുള്ള ബയോ ഇനോർഗാനിക്കിനകത്ത് വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ, അതൊക്കെ ഓൾറെഡി നമ്മൾ എന്താണ് പഠിച്ചു പോയതാണ്. അതിനെയൊക്കെ മാറ്റി നിർത്തരുത്. അതിനോടൊപ്പം ഈ ഒരു അധികം ഫെമിലിയർ അല്ലാത്തതിന്റെയൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റലുകളെ ഒന്ന് അറിയാം. ഇപ്പൊ സൈറ്റോക്രോം സി ഓക്സിഡേസ് അയണും ഹീം അയൺ ആണ്. ചിലപ്പം അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം, നോൺ ഹീം അയൺ ആണ് അതിലെന്ന്. അപ്പോൾ എന്താണ്, ഹീം അയണും കോപ്പറും ആണ്. നൈട്രേറ്റ് റിഡക്റ്റേഴ്സിൽ ഹീം അയണും കോപ്പറും ആണ്. രണ്ടിലും ഒരേപോലെയുള്ള മെറ്റലുള്ള ചൂസ് ചെയ്യാന്ന് വരാം. പക്ഷെ നൈട്രോജനേസിനകത്ത് നോൺ ഹീം അയൺ ആണ്, മോളിബ്ഡിനം ഉണ്ട്. സാന്തിൻ ഓക്സിഡേസിനകത്തും നോൺ ഹീം ആണ്, മോളിബ്ഡിനം ഉണ്ട്. സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ് എന്ന് പറയുന്നത് കോപ്പർ 2ഉം സിങ്ക് 2+ ആണ്. അത് ചോദിക്കും. മെറ്റലോ തയാനിൻ എന്ന് പറയുന്നത് കോപ്പർ 2+ സിങ്ക് 2+ ആണ്. ഫോസ്ഫോ ട്രാൻസ്ഫറേസിൽ ഏതൊക്കെയാണ്, മാംഗനസും മഗ്നീഷ്യവുമാണ്. DNA പോളിമറേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സിങ്ക് 2+ഉം മഗ്നീഷ്യം 2+. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ ഓൾറെഡി ബയോ ഇനോർഗാനിക്കിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ചെറിയൊരു ഡിസ്കഷൻ പോലെയാണ് നമ്മൾ പറയുന്നത്. ഇവിടെ എന്താണ്, മെറ്റലോ പ്രോട്ടീൻസ്, അയൺ കണ്ടെയ്നിങ് മെറ്റലോ പ്രോട്ടീൻസ് ആണ് ഞാൻ പറയുന്നത്. അതിൽ ഹീമാണോ നോൺ ഹീമാണോ, എത്ര അയണാറ്റം വേണം ഒരു മോളിക്യൂളിന്, വാലൻസ് സ്റ്റേറ്റ്, ഫംഗ്ഷൻ, ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഹീമോഗ്ലോബിനിൽ അയൺ ഉണ്ട്, അത് ഹീമാണ്. ഒരു മോളിക്യൂളിൽ എത്ര ഹീമോഗ്ലോബിൻ ആണ്, എത്ര അയൺ ആണ്, 4 എണ്ണമാണ്. അവന്റെ വാലൻസ് സ്റ്റേറ്റ് Fe2+ ആണ്. ആക്ഷൻ O2 ട്രാൻസ്പോർട്ട് ഇൻ പ്ലാസ്മ. ഓക്കെ, അടുത്തത് മയോഗ്ലോബിൻ ആണ്. അവിടെയും ഹീം അയൺ ആണ്. പക്ഷെ ഒരു മയോഗ്ലോബിനിൽ ഒറ്റ Fe ഉള്ളൂ, അവനും Fe2+ ആണ്. ഇവിടെ മസിലിലെ ഓക്സിജൻ സ്റ്റോറേജ് ആണ്. ട്രാൻസ്ഫറിൽ നോൺ ഹീം ആണ്. അവിടെ പെർ മോളിക്യൂൾ ഓഫ് ട്രാൻസ്ഫറിൽ 2 അയൺ വരും, Fe3+ ആണ്. അയൺ ട്രാൻസ്പോർട്ട് വയ പ്ലാസ്മ. ഫെറിറ്റിൻ എന്ന് പറയുന്നത് അയൺ സ്റ്റോറേജ് ആണ്. അവിടെയും നോൺ ഹീം ആണ്. അവിടെ 0 to 4500 അയൺ ആറ്റംസ് വരും. ഓക്കെ, Fe3+ ആണ് അയൺ സ്റ്റോറേജ്. ഹീമോസൈഡറിനും അത് തന്നെ, എന്താണ്, അയൺ സ്റ്റോറേജ് ആണ്, നോൺ ഹീം ആണ്. 5000 പെർ മോളിക്യൂൾ വരും. നമ്പർ ഓഫ് Fe3+ ആണ്. കാറ്റലൈസിൽ ഹീം ആണ്, Fe2+ ആണ്. മെറ്റബോളിസം ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇതൊക്കെ ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. കാറ്റലൈസിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ കാറ്റലൈസിലുള്ള ഹീം ആണോ നോൺ ഹീം ആണോ, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ വരും. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഒരു ക്വസ്റ്റ്യന്റെ ഒരു ടോപ്പിക്കിന്റെ എല്ലാ സ്റ്റേറ്റ്മെന്റും ആയിരിക്കില്ല വരുന്നത്, ശ്രദ്ധിച്ചാൽ മതി. ബയോനോർഗാനിക്കിലൊക്കെ ഇപ്പം ഹീമോഗ്ലോബിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വരും, മയോഗ്ലോബിന്റെ ഒരെണ്ണം തരും, കാറ്റലേസിന്റെ തരും, സൈറ്റോക്രോമിന്റെ തരും. അപ്പൊ ഹീമോഗ്ലോബിന്റെ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് നമുക്ക് ഉത്തരം കിട്ടുകയും ചെയ്യും. ബാക്കി നോക്കിയിട്ട് പോയില്ലെങ്കിൽ അത് ചെയ്യാനും പറ്റാതെയാവും. പിന്നെ റാൻഡം ആയിട്ട് കറക്കി കുത്തി വരും. ശരിയാണെങ്കിൽ ശരിയാവും, കാരണം നമുക്ക് നെഗറ്റീവ് ഇല്ലല്ലോ. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കി പോവുക. സൈറ്റോക്രോം സി ഹീം അയൺ ആണ്. ദെൻ നമ്പർ ഓഫ് എന്താണ് അയണാറ്റം ഒരെണ്ണമാണ്. വാലൻസ് സ്റ്റേറ്റ് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യും, മീൻസ് ഇതാവും, മാറും. Fe2 നിന്ന് Fe3. ടെർമിനൽ ഓക്സിഡേഷൻ ആണ്. പെർ ഓക്സിഡേസ് എന്ന് പറയുമ്പോൾ
ഹീം ടൈപ്പ് ആണ്. Fe3+ Fe2+ ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ മെറ്റബോളിസം ആണ് പെറോക്സിഡേസും കാറ്റലേസും. സൈറ്റോക്രോം ആൻഡ് ഓക്സിഡേസ് ഹീം ആണ്. Fe2+ ആൻഡ് Fe3+ ആണ് ഇവിടെ. അടുത്തത് FDO ഫ്ലേവോ പ്രോട്ടീൻ ഡീഹൈഡ്രജനേസ് ഓക്സിഡേസ് ആൻഡ് ഓക്സിജനേസ്, അവിടെ നോൺ ഹീം ആണ്. Fe2+ ആണ് ഇവിടുത്തെ സ്റ്റേറ്റ്. ഓക്സിഡേഷൻ റിയാക്ഷനും മോളിക്കുലാർ ഡയോക്സിജന്റെ ഇൻകോപ്പറേഷനുമാണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന കുറച്ച് ഏരിയാസ് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ്, ഇനോർഗാനിക് ഇല്ല, ബയോ ഇനോർഗാനിക്, ദെൻ ഓർഗാനോമെറ്റാലിക്, കോർഡിനേഷൻ കെമിസ്ട്രി, ഗ്രൂപ്പ് തിയറി, ക്വാണ്ടം മെക്കാനിക്സ്, ബയോ ഇനോർഗാനിക്, ഇത്രയുമാണ് നമ്മളിത് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ ഒരു ഏരിയാസിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ, നമ്മുടെ യൂട്യൂബ് വീഡിയോസും കൂടെ കാണുക. ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് അത് പറയുകയാണ്. അതിനകത്ത് ഒരുപാട് തരം ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റും അങ്ങനെ പല ക്വസ്റ്റ്യൻസും, ഒരു സെറ്റ് പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ അക്കാഡമിയുടെ കെമിസ്ട്രി വീഡിയോസ് മൊത്തം ക്ലബ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് 120 ചോദ്യങ്ങളോളം കിട്ടും. അത്രയും വീഡിയോസും കൂടെ ഒന്ന് പഠിച്ചിട്ട് പോയാൽ ഇതുവരെ പഠനം തുടങ്ങാത്തവർക്ക് ഒരു സ്ട്രോങ് ബേസ് പ്രൊവൈഡ് ചെയ്യുമെന്ന് ടോസ് അക്കാഡമി അഷ്വർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ക്വിസുകൾ അറ്റൻഡ് ചെയ്യുക. അതിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അല്ലാത്ത ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാക്കേജ്, ടെലഗ്രാം ക്വിസ് പ്ലസ് ഈ ഒരു യൂട്യൂബ് വീഡിയോസും കൂടെ കണ്ടാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാമിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവർക്കും ഇത്തവണത്തെ സെറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്